അടുത്തിടയ്ക്ക് കോതനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഒരു ചാപ്പലിൻ്റെ ദൃശ്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. ഈ ചാപ്പലിൽ സീലിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്പൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കാൽസ്യം സിലിക്കേറ്റ് ബോർഡ് കൊണ്ടുള്ള സീലിങ്ങോ അല്ലെ PVC ബോർഡ് കൊണ്ടുള്ള സീലിങ്ങോ ചെയ്യണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. കാൽസ്യം സിലിക്കേറ്റ് ബോർഡ് കൊണ്ട് സീൽ ചെയ്യുമ്പോൾ ഈ ബോർഡിൻ്റെ ജോയിൻറ്റിൽ പിന്നീട് ക്രാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ കാൽസ്യം സിലിക്കേറ്റ് ബോർഡ് പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്പൽ പോലെ ഉയരം കൂടിയ ബിൽഡിങ്ങിൽ പിന്നീട് റീപെയിൻറ്റിങ്ങും അതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. അതുപോലെ തന്നെ PVC ബോർഡ് കൊണ്ടുള്ള സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്പലിൻ്റെ റൂഫിംഗ് ചെയ്തിട്ടുള്ള റൂഫിംഗ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഈ സീലിങ്ങിൻ്റെയും റൂഫിങ്ങിൻ്റെ ഇടയിൽ നല്ല ചൂടുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ PVC ബോർഡ് കൊണ്ടാണ് സീൽ ചെയ്യുന്നതെങ്കിൽ ഈ PVC ബോർഡ് ബെൻഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് പിന്നീട് ഒരു പ്രശ്നമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വോക്സ് പാനൽ കൊണ്ടുള്ള സീലിംഗ് ചെയ്യാനായിട്ട് ഞങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ വോക്സ് പാനൽ കൊണ്ടുള്ള സീലിങ്ങിൻ്റെ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ രീതിയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സുബിൻ തോമസ്, ഗ്രീനാഷ്വൽ ആർക്കിടെക്ചറിലെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റാണ്. ഇതാണ് വോക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സീലിംഗ് പാനൽ, നമ്മൾ ചാപ്പലിലെ സീലിങ്ങിന് വേണ്ടി ഉപയോഗിച്ച മെറ്റീരിയൽ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് പോളി വിനൈലാണ്. അതുപോലെ തന്നെ ഈ ഷീറ്റ് വരുന്ന ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 1 mm ആണ്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് സീലിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വരുന്നത്. ഈ ഷീറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 അടി വീതിയിലും 9 അടി നീളത്തിലുമാണ്. ഇങ്ങനെയുള്ള പല പീസുകൾ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ സീലിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ വോക്സ് പാനൽസിൻ്റെ ഇൻസ്റ്റാളേഷൻ രീതി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ജിപ്സത്തിൻ്റെ സീലിംഗ് ആണ്. ഈ GI സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ജിപ്സം സീലിംഗ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സെക്ഷനാണ്. അപ്പം ആദ്യത്തെ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഈ സീലിംഗ് സെക്ഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ആ സീലിംഗ് സെക്ഷനിലേക്കാണ് ഈ വോക്സിൻ്റെ സീലിംഗ് പാനൽസ് സ്ക്രൂ ചെയ്യുന്നത്. അപ്പോൾ ഈ സീലിംഗ് സെക്ഷൻസ് വെർട്ടിക്കൽ പൊസിഷനിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്കായിരിക്കും ഈ നമ്മൾ 1 അടി വീതിയിലുള്ള ഈ വോക്സിൻ്റെ സീലിംഗ് പാനൽസ് സ്ക്രൂ ചെയ്യുന്നത്. അത് ഇതുപോലത്തെ സെക്ഷൻസ് ഒരു 45 സെൻറ്റിമീറ്റർ സ്പേസിങ്ങിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതിലേക്ക് ഈ സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനുശേഷം ഇതുപോലുള്ള ഈ ഷീറ്റുകൾ ഇൻ്റർലോക്കിംഗ് രീതിയിൽ ഇതിലേക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഓരോ സൈഡിലും ഇത് അടുത്തത് ജോയിൻ ചെയ്യാനുള്ള ഗ്രൂവ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് അടുത്ത ഷീറ്റുകൾ ജോയിൻ ചെയ്ത് പോകും. അതുപോലെ തന്നെ ഇത് ഭിത്തിയിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇതിന് 2 സെക്ഷൻസ് അവൈലബിൾ ആണ്. അതായത് T സെക്ഷനും അതുപോലെ തന്നെ J സെക്ഷനും. അതായത് ഭിത്തിയിലേക്ക് ഈ ഷീറ്റ് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ J സെക്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. അത് ഇതുപോലുള്ള J സെക്ഷൻസ് ആദ്യം ഭിത്തിയിലേക്ക് സ്ക്രൂ ചെയ്തിട്ട് അതായിരിക്കും ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരെണ്ണത്തിന് നീളം നമ്മൾ 9 അടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 9 അടി കഴിഞ്ഞ് അടുത്ത ഷീറ്റ് ജോയിൻ ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ ഈ T സെക്ഷൻസ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ വോക്സ് സീലിംഗ് പാനൽസിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് പോളിവിനൈൽ ആയതുകൊണ്ട് തന്നെ ഇത് വാട്ടർ പ്രൂഫ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഞങ്ങളുടെ ചാപ്പലിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്താണെങ്കിൽ തന്നെ ഈ ചാപ്പൽ കോൺവെൻറ്റിനോട് വളരെ ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കോൺവെൻറ്റിൻ്റെ റൂഫും ഈ ചാപ്പലിൻ്റെ റൂഫും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു പാത്തി വെച്ചിട്ടാണ് അതിൻ്റെ വെള്ളം കളക്ട് ചെയ്ത് നമ്മൾ പുറത്ത് കളഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് നമ്മൾ സീലിംഗ് ചെയ്തതിന് ശേഷം ഈ പാത്തികൾ നമ്മൾ ജോയിൻ ചെയ്യുന്നിടത്ത് ഒരു ലീക്ക് ഉണ്ടാവുകയും ആ വെള്ളം താഴേക്ക് വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ വോക്സ് പാനലിൻ്റെ സീലിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ഡാമേജുകളൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഗ്രൂവ്സ് ഈ സീലിങ്ങിലുള്ള ഗ്രൂവ്സിനുള്ളിലൂടെ ഈ വെള്ളം കറക്റ്റായിട്ട് ഒഴുകി വെളിയിലേക്ക് പോവുകയും ചെയ്യും. ഈ വോക്സ് പാനൽസിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഫയർ റെസിസ്റ്റൻ്റ് ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് 360 ഡിഗ്രിയിൽ നമുക്ക് ബെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ പല കർവായിട്ടുള്ള ഭാഗങ്ങളിലുമൊക്കെ നമ്മുടെ ഈ വോക്സ് പാനൽ ഉപയോഗിച്ചിട്ട് നമുക്ക് സീലിംഗ് ചെയ്യാനായിട്ട് പറ്റും. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റമാണ്. ഈ ലോക്കിംഗ് സിസ്റ്റം കാരണം ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ ഈ സ്ക്രൂ ഒക്കെ അഴിച്ചിട്ട് ഈ ലോക്കിംഗ് പാറ്റേണും ഒക്കെ അഴിച്ച് മാറ്റിയിട്ട് നമുക്ക് പിന്നെ വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. ഈ വോക്സ് സീലിംഗ് പാനൽസിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫിനിഷിംഗ് ആണ്. നമ്മൾ PVCയുടെ സീലിംഗ് ബോർഡും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ചുകൂടി ഒരു പ്രീമിയം ഫിനിഷാണുള്ളത്. നമ്മൾ ഈ ഫണ്ടർമാക്സിൻ്റെ HPL ഒക്കെ നമ്മൾ ഗേറ്റിനും വാൾ ക്ലാഡിങ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു മെറ്റീരിയലിൻ്റെ ഫിനിഷിങ്ങിനോട് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് ആണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഈ മെറ്റീരിയലിന് കമ്പനി തരുന്ന വാറണ്ടി എന്ന് പറയുന്നത് 10 വർഷമാണ്. ഇത് കംപ്ലീറ്റ്ലി യൂറോപ്പിൽ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. യൂറോപ്പിലെ പോളണ്ടിലാണ് ഈ ഒരു കമ്പനിയുടെ ആസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ അത് യൂറോപ്യൻ സ്റ്റാൻഡേർഡിലാണ് ഈ മെറ്റീരിയൽ എല്ലാം പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇതിന് യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും 30 വർഷത്തിലേറെ വാറണ്ടി കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരു 30 വർഷം അല്ലെങ്കിൽ 30 വർഷത്തിന് മേളിലേക്ക് ഒരു പ്രശ്നമില്ലാതെ
നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ഈ വോക്സിൻ്റെ സീലിംഗ് പാനൽസ്. ഇത്രയൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ഈ മെറ്റീരിയൽസിന് ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഷീറ്റിൻ്റെ നീളം 9 അടിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ 9 അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഷീറ്റുമായിട്ട് ഇതിനൊരു ജോയിൻ്റ് ഉണ്ടാവും. അതിൽ ടി എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ടി സെക്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി കുറയാനായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടാത്ത പോലെ തോന്നും. കാരണം ഈ വുഡ് ഫിനിഷിൻ്റെ ഇടയ്ക്ക് ഇതൊരു നാച്ചുറൽ വുഡിൻ്റെ അതേ ഫിനിഷ് ആയിരിക്കും നമുക്ക് കണ്ടാൽ തോന്നുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഈ ടി ട്രിം വന്നു കഴിയുമ്പോഴത്തേനും ഇതൊരു ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ ആണെന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവും. നമ്മൾ ഈ കോൺവെന്റിലെ ചാപ്പൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്തുള്ള മെറ്റൽ ഫ്രെയിംസ് ഈ 9 അടിയിൽ താഴെ വരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടി സെക്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വരുന്നത് ഈ ചാപ്പലിൻ്റെ ഡിസൈനിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് സൗണ്ട് പ്രൂഫ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനുള്ളിലൂടെ സൗണ്ട് നമുക്ക് ഉള്ളിലേക്ക്, ഇപ്പം ചാപ്പലിൻ്റെ കേസിൽ നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ റൂഫിംഗ് ഷീറ്റ് ആയതുകൊണ്ട് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഉള്ള ശബ്ദം ഉള്ളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അത് ഇതിനെ സംബന്ധിച്ച് ഈ വോക്സ് സീലിംഗ് പാനൽസിൻ്റെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ സൗണ്ട് ഇൻസുലേഷൻ വളരെ കുറവാണ്. അപ്പം ഈ സീലിംഗ് ചെയ്യുന്ന സമയത്ത് ഇവർ അതിനുള്ളിൽ ഒരു ഇൻസുലേറ്റിംഗ് ലെയർ കൊടുത്തു, ഈ ഷീറ്റിനുള്ളിലെ ചൂട് വെളിയിലേക്ക് വരാനും അതുപോലെ തന്നെ സൗണ്ടും ഒക്കെ കുറച്ച് സൗണ്ടിൻ്റെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻസുലേറ്റിംഗ് ലെയർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ പ്രശ്നം ഒരു പരിധി വരെ നമ്മൾ അവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ വോക്സിൻ്റെ സീലിംഗ് പാനൽ ഉപയോഗിക്കുന്നിടത്ത് ഈ സൗണ്ടിൻ്റെ ഇൻസുലേഷൻ പ്രോപ്പർട്ടി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സൗണ്ട് ഉള്ളിലേക്ക് കടന്നു വരാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കാവുന്ന കാര്യമാണ് ഇതിൻ്റെ കളറ്. ഇതിപ്പോൾ ഒരു പെർമനൻറ്റ് ഷെയ്ഡിലാണ്. ഈ ടീക്ക് ഫിനിഷ് ആണെങ്കിൽ ഇതിൻ്റെ ലൈഫ് ടൈം മൊത്തം ഈ ടീക്ക് ഫിനിഷിലായിരിക്കും നിൽക്കുക. ഇപ്പോൾ നമ്മുടെ കാൽസ്യം സിലിക്കേറ്റ് ബോർഡ് കൊണ്ടുള്ള സീലിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെയിൻറ്റിങ്ങിൽ പിന്നീട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അങ്ങനെ ഇതിൻ്റെ കളർ എന്താണോ അത് തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു ലൈഫ് ടൈം മൊത്തം ഉണ്ടാവുക. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. പക്ഷേ ഇത് നല്ല ഫിനിഷ് ആയതുകൊണ്ട് ഇത് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ഇതിനകത്തൊരു മടുപ്പ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ഈ സീലിംഗ് പാനൽസ് പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ വാൾനട്ടിൻ്റെ ഷെയ്ഡും അതുപോലെ തന്നെ ഈ ടീക്കൂട്ടിൻ്റെ ഷെയ്ഡും ഒക്കെയാണ്. ഇതിലെ ചില സീലിംഗ് പാനൽസ് ഈ പെർഫറേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളോട് ഉൾക്കൊള്ളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ റൂമിലുള്ള ചൂടൊക്കെ ഈ പെർഫറേഷൻ ഉള്ളിലൂടെ വെളിയിലേക്ക് പോകാനും ഇത് സഹായകമാകും. അതുപോലെ തന്നെ ഈ സീലിംഗ് പാനൽസ്, ഈ വോക്സിൻ്റെ സീലിംഗ് പാനൽസ് നമ്മളിപ്പോൾ ചാപ്പലിൽ ഉപയോഗിച്ചതുപോലെ അത് നമ്മൾ വീടിൻ്റെ കാർപോർച്ചിൻ്റെ സീൽ ചെയ്യാനും അതുപോലെ തന്നെ ഈ വീടിൻ്റെ വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന ഷെയ്ഡിൻ്റെ ഉൾഭാഗം സീൽ ചെയ്യാനും ഒക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ തന്നെ ചില ഡിസൈനിൽ ഇത് നമ്മൾ വുഡിൻ്റെ പകരം നമ്മൾ സീലിങ്ങിൽ ഇപ്പോൾ ഇൻറ്റീരിയർ സീലിങ്ങിലായാൽ പോലും വുഡിൻ്റെ പ്ലേസിൽ വുഡിനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ വോക്സിൻ്റെ സീലിംഗ് പാനൽസ് ഉപയോഗിക്കാറുണ്ട്. ബാത്റൂമുകളിലും സീലിങ്ങിന് വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. കാരണം ഇതിപ്പോൾ അല്പം ഈർപ്പമോ അല്ലെങ്കിൽ മോയ്സ്ചറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനെ അഫക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഈ ബാത്റൂമിൽ കാൽസ്യം സിലിക്കേറ്റ് ബോർഡ് കൊണ്ട് സീൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വുഡ് ഫിനിഷ് ആയിട്ട് ഈ വോക്സിൻ്റെ സീലിംഗ് പാനൽസ് ഉപയോഗിക്കാറുണ്ട്. ഈ വോക്സിൻ്റെ സീലിംഗ് പാനൽസിൻ്റെ കോസ്റ്റിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിന് സ്ക്വയർ ഫീറ്റിന് ഏകദേശം 230-നും 250-നും ഇടയ്ക്കാണ് കോസ്റ്റ് വരുന്നത്. നമ്മൾ കാൽസ്യം സിലിക്കേറ്റ് ബോർഡിൻ്റെ കാര്യമായാലും ഈ PVC ബോർഡിൻ്റെ കാര്യമായാലും ഒക്കെ അതിൻ്റെ കോസ്റ്റിൻ്റെ ഓൾമോസ്റ്റ് ഡബിളാണ് ഈ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇപ്പോൾ കോസ്റ്റ് അല്പം കൂടിയാലും ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മെയിൻ്റനൻസ് കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയൽ തന്നെയാണ് വോക്സിൻ്റെ സീലിംഗ് പാനൽസ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ വോക്സ് സീലിംഗ് പാനൽസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്